സ്വിറ്റ്സർലാൻഡിലെ പലനാടൻ ട്രാവലറിന്റെ യാത്രകൾ തുടരുകയാണ്. തെക്കൻ യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ റൈൻ ഫാൾസ് കാണാനാണ് ഇന്ന് ഞാൻ പോകുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ഷഫൌസനിലാണ് റൈൻ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. സൂറിക്കിൽ നിന്നും 47 കിലോമീറ്റർ ദൂരമുണ്ട് ഷഫൌസനിലേക്ക്. ട്രാമുകൾ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന സൂറിക് സിറ്റിക്കുള്ളിലൂടെയാണ് ഇപ്പോൾ എൻ്റെ സഞ്ചാരം. സൂറിക്കിൻ്റെ വടക്ക് കിഴക്കുള്ള വിന്റർതൂർ എന്ന മനോഹരമായ പ്രദേശം കടന്നാണ് ഷഫൌസനിലേക്ക് എനിക്ക് പോകേണ്ടത്. ജർമ്മൻ അതിർത്തിക്ക് അടുത്തുള്ള ഒരു സ്വിസ് നഗരമാണ് വിന്റർതൂർ. മനോഹരമായി പണിതിരിക്കുന്ന ഒരു മേൽപ്പാലത്തിനടിയിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത്. ഈ പാതയ്ക്ക് 250 മീറ്റർ ദൂരമാണുള്ളത്. ഇനി മിൽച്ച്ബക്ക് ടണൽ വഴിയാണ് എനിക്ക് കടന്നു പോകേണ്ടത്. ഇതൊരു മോട്ടോർ റോഡ് ടണലാണ്. 1978 പണിത ഈ ടണലിന് 1910 മീറ്റർ നീളമാണുള്ളത്. സൂറിക് നഗരത്തിൽ നിന്നും മാറി ബസ് ഇപ്പോൾ ഗ്രാമപ്രദേശത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത്. കൃഷിപ്പാടങ്ങൾക്ക് നടുവിലൂടെ വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന റോഡിലൂടെയുള്ള ഈ സഞ്ചാരം എനിക്കേറെ രസകരമായി തോന്നി. ഇവിടെ വലതുവശത്ത് പുതിയ കൃഷിക്കായി പാടങ്ങൾ ഉഴുത് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. മനോഹരമായ ഭൂപ്രദേശമാണിത്. കൃഷിപ്പാടങ്ങളും വനങ്ങളുമൊക്കെ കൺമുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സുന്ദരമായ കാഴ്ച. പാടങ്ങൾക്കുള്ളിലൂടെയും റോഡുകൾ കടന്നു പോകുന്നുണ്ട്. അതിലൂടെയും വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇരുവശവും വനങ്ങളാണ്. അതിന് താഴെ ധാരാളം വീടുകളുമുണ്ട്. ആ വീടുകൾക്ക് മുന്നിലായി കൃഷിപ്പാടവും. എത്ര സുന്ദരമായ കാഴ്ചയാണിത്. ഇവിടെ താമസിക്കുവാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിലെന്ന് ഒരു നിമിഷം ഞാനും ആഗ്രഹിച്ചു പോയി. കടുകിൻ്റെ കൃഷിയാണ് ധാരാളമായി നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല മഞ്ഞ നിറത്തിൽ പൂത്തു നിൽക്കുന്ന ചെടികൾ കാണാൻ തന്നെ എന്തൊരഴകാണ്. ഷഫൌസനിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് എത്തുന്തോറും ഭൂപ്രകൃതിയിൽ തന്നെ മാറ്റങ്ങൾ ഉള്ളതായി കാണാനാകും. താഴെ ഇടതുവശത്തായി റൈൻ റിവർ ഒഴുകുന്നുണ്ട്. അതിൻ്റെ ഇരു തീരങ്ങളിലും സമീപത്തുമായി ധാരാളം പാർപ്പിട സമുച്ചയങ്ങളും വമ്പൻ ഹോട്ടലുകളുമുണ്ട്. 1 മണിക്കൂർ കൊണ്ട് സൂറിക്കിൽ നിന്നും ഷഫൌസനിൽ എത്തിച്ചേർന്നു. റൈൻ നദിയാണ് ഈ സമീപത്ത് കൂടി ഒഴുകുന്നത്. ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് 5 മിനിറ്റ് സഞ്ചരിച്ചാൽ ആ റൈൻ വാട്ടർഫാൾസിൽ നമ്മൾ എത്തിച്ചേരും. സ്വിറ്റ്സർലാൻഡിലാണ് ഷഫൌസൺ എങ്കിലും 3 വശവും ജർമ്മനിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണിത്. ബസ്സുകൾക്കും ട്രാമുകൾക്കും വേണ്ടി ഇവിടെയും തലയ്ക്ക് മുകളിൽ വൈദ്യുതീകരിച്ച ലൈനുകൾ കാണാനാകും. റൈൻ നദിയുടെ വലതുകരയിലാണ് ഷഫൌസൺ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മൊത്തം ഭൂപ്രദേശത്തിൻ്റെ 53.4% വനമാണ്. പ്രതിവർഷം ശരാശരി 122.5 ദിവസം മഴയോ മഞ്ഞോ ലഭിക്കുന്ന പ്രദേശം കൂടിയാണിത്. ഇവിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈയിലാണ്. ഏറ്റവും വരണ്ട കാലാവസ്ഥയുള്ള മാസം ഫെബ്രുവരിയിലും.
1944 ഏപ്രിൽ 1 നാവിഗേഷൻ പിശക് കാരണം ജർമ്മൻ വ്യോമാതിർത്തിയിൽ നിന്നും സ്വിറ്റ്സർലാൻഡിലേക്ക് പോയ യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമി എയർഫോഴ്സ് വിമാനത്തിന്റെ ബോംബിംഗ് റെയ്ഡിന് ഇരയായ പ്രദേശം കൂടിയാണ് ഈ ഷെഫ്ഹൗസൺ. ഇവിടെ നിന്നും വലതുവശത്തേക്ക് തിരിഞ്ഞ് താഴേക്ക് സഞ്ചരിച്ചാൽ റെയിൻ വാട്ടർഫോൾസിലെത്താം. വഴിമധ്യേ ഇടതുവശത്തായി നമുക്ക് റെയിൻ ഫോൾസ് കാണാൻ കഴിയും. റോഡിന് സമീപത്തു കൂടി തന്നെ റെയിൽപാതയുമുണ്ട്. സൂറിക്കിൽ നിന്നും റെയിൽ മാർഗവും നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരുവാൻ കഴിയും. ഇലകളൊക്കെ കൊഴിഞ്ഞ് ബോഡി ഷോയും കാട്ടി നിൽക്കുന്ന മരങ്ങളും ഈ പ്രദേശത്തുണ്ട്. ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ മരങ്ങൾക്കെല്ലാം. താഴേക്കെത്തുമ്പോൾ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബസ്സുകൾക്കും കാറുകൾക്കും പ്രത്യേകം തരംതിരിച്ചാണ് പാർക്കിംഗ്. ബസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആദ്യ കാഴ്ച തന്നെ എന്നെ അത്ഭുതപ്പെടുത്തി. കാണാൻ പോകുന്ന പൂരത്തിന് മുൻപേ ഉള്ള ഒരു ചെറിയ വെടിക്കെട്ടായിരുന്നു ഇതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. സൂറിക്കിൽ നിന്നും ബസ് മാർഗവും റെയിൽ മാർഗവും നമുക്കിവിടെ എത്തിച്ചേരാനാകും. റെയിൻഫോളിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് സ്ലോസ്ലോഫൻ അല്ലെങ്കിൽ ന്യൂ ഹൗസൺ റെയിൻഫോൾ റെയിൽവേ സ്റ്റേഷനുകൾ. സൂറിക്കിൽ നിന്നും ഷെഫ്ഹൗസൺ വഴി വരുന്നവർ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. ഈ സ്റ്റേഷനുകളിൽ നിന്നും ഏകദേശം 10 മിനിറ്റ് നടന്നാൽ റെയിൻഫോളിൽ എത്തിച്ചേരാനാകും. കൂടെയുള്ള സഞ്ചാരികളെല്ലാവരും ഫോട്ടോ എടുക്കുവാനുള്ള തിരക്കിലാണ്. ഞാൻ വീഡിയോ ഷൂട്ടിലും. സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് എത്തിയാൽ ബോട്ടിങ്ങിനായുള്ള ടിക്കറ്റുകൾ വിൽക്കുന്ന ഇടത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുക. ഓൺലൈനായും നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാകും. 5 സ്വിസ് ഫ്രാങ്കാണ് ബോട്ട് യാത്രയ്ക്കായി ഇവിടെ ഈടാക്കുന്നത്. 2 തരത്തിലുള്ള ടൂറുകൾ നമുക്കിവിടെ നിന്നും ആസ്വദിക്കാം. ബോട്ടിന് ടിക്കറ്റ് എടുത്ത് റെയിൻഫോൾ മാത്രം കണ്ടുവരുന്ന രീതിയും അതുപോലെ റിവി എക്സ്പ്രസ് ടിക്കറ്റും എടുത്ത് മറ്റൊരു ടൂറും. കൂടെ വന്ന സഞ്ചാരികളുടെ കൈവശം ടിക്കറ്റിനായുള്ള ക്യാഷ് നൽകി ഞാൻ ചിത്രീകരണത്തിനായി താഴേക്ക് ഇറങ്ങി. ഞാൻ എടുത്തിരിക്കുന്നത് ബോട്ട് യാത്രയാണ്. ഇതിൽ എക്സ്പ്രസ് ടിക്കറ്റ് എടുത്താൽ ബോട്ട് യാത്രയോടൊപ്പം റെയിൻഫോൾ വില്ലേജും പരിസരങ്ങളും ചുറ്റിക്കറങ്ങി കാണുവാനുമുള്ള അവസരവുമുണ്ട്. അതിനായി ഈ കാണുന്ന റിവി എക്സ്പ്രസ് ട്രെയിൻ ഉപയോഗിക്കാം. സഞ്ചാരികളെയും കൊണ്ട് അത്തരം യാത്രയ്ക്കായി പോവുകയാണ് ഇപ്പോൾ ഈ ട്രെയിൻ. ഈ യാത്രയ്ക്ക് 29.5 സ്വിസ് ഫ്രാങ്ക് അഥവാ ഇന്ത്യൻ മണി ഏകദേശം 2800 രൂപ ഒരാൾക്ക് ചിലവാകും. 2 സുന്ദരൻ നായക്കുട്ടികളെയും കൊണ്ടാണ് ജർമ്മനിയിൽ നിന്നും ഇവർ എത്തിയിരിക്കുന്നത്. വാട്ടർഫാളിൻ്റെ നടുക്കായി ഒരു പാറ എനിക്ക് ഇവിടെ നിന്നാൽ കാണാനാകും. അതിൻ്റെ മുകളിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ഇക്കാണുന്ന റൈൻ റിവറിലൂടെ ബോട്ടിൽ സഞ്ചരിച്ച് വേണം അവിടേക്ക് എത്തുവാൻ. ടൂറിസ്റ്റുകളെയും കൊണ്ട് പല വർണ്ണങ്ങളിലുള്ള ബോട്ടുകൾ വാട്ടർഫോൾസിനടുത്തേക്ക് പോകുന്നതും വരുന്നതും ഇവിടെ നിന്നാൽ കാണാനാകും. ഓരോ കളർ ബോട്ടുകൾക്കും പ്രത്യേകം ചാർജുകളാണ് ഇവിടെ ഈടാക്കുന്നത്. അതിനനുസരിച്ച് റൈഡിൻ്റെ സമയത്തിനും വ്യത്യാസങ്ങളുണ്ടാകും. ഈ കാണുന്ന പാലത്തിലൂടെ സഞ്ചരിച്ച് കോട്ടവാതിലിലൂടെ അകത്ത് കടന്നാലേ ബോട്ട് യാത്ര ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഇതിനകത്തും ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. ഈ കാണുന്ന സീറ്റുകളിലൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കാഴ്ചകൾ ആസ്വദിക്കുക എന്നത് വളരെ രസകരമായ ഒരു അനുഭവമാണ്.
തൊട്ടടുത്ത് തന്നെയുള്ള ബോർഡിൽ ഈ നദിയിൽ വളരുന്ന നാടൻ മത്സ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വലതുവശത്തായി പലതരത്തിലുള്ള ബോട്ട് യാത്രയുടെ വിശദാംശങ്ങളും ചേർത്തിട്ടുണ്ട്. ഈ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ബോട്ടിലാണ് ഇനി എൻ്റെ യാത്ര. കൂടെ വന്ന സഞ്ചാരികളിൽ ഒരു വിഭാഗം നേരത്തെയുള്ള ബോട്ടിൽ റൈൻ ഫോൾസിലേക്ക് പോയിട്ടുണ്ട്. 35ഓളം വരുന്ന സഞ്ചാരികൾക്കൊപ്പം ഞാനും ബോട്ടിലേക്ക് കയറി. കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള ബോട്ടാണ്. ഇരുവശവും സഞ്ചാരികൾക്ക് ഇരുന്ന് കാഴ്ചകൾ കാണാൻ പാകത്തിനായാണ് സീറ്റിംഗ് ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. സഞ്ചാരികളൊക്കെ ഇരുന്നതോടുകൂടി ബോട്ടിൻ്റെ ക്യാപ്റ്റനും എത്തി. ക്യാപ്റ്റൻ പതുക്കെ പുറകിലേക്ക് ബോട്ട് എടുക്കുകയാണ്. അല്പം ഗൗരവക്കാരനാണ് നമ്മുടെ ക്യാപ്റ്റൻ. അടുത്ത യാത്രയ്ക്കായി തയ്യാറെടുക്കുന്ന മറ്റ് ബോട്ടുകളെയും നമുക്കിവിടെ കാണാനാകും. മനോഹരമായ കാഴ്ചകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന റൈൻ നദിയുടെ മടിത്തട്ടിലൂടെ ബോട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ആ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഇടതുവശത്തായി ഒരു മലയുണ്ട്. ആ മലയ്ക്ക് മുകളിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. വലതുവശത്തേക്കും നമുക്ക് പോകാനാകും. എന്നാൽ ആ പാക്കേജ് അല്ല ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെയും ധാരാളം സഞ്ചാരികളെ നമുക്ക് കാണാനാകും. പച്ചയും കറുപ്പും നിറത്തിൽ ആടി ഉലഞ്ഞ് കളിക്കുന്ന റൈൻ റിവർ എനിക്ക് സമ്മാനിച്ചത് അത്ഭുതകരമായ കാഴ്ചകളാണ്. യാത്രക്കിടെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത വെള്ളത്തിനും നല്ല സുഖമുള്ള തണുപ്പ്. നദിക്കരയിൽ ഈ കാഴ്ചകൾ കാണാനായി ടൂറിസ്റ്റുകളൊക്കെ ഇരിപ്പിടങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മറ്റു ചിലർ അതിന് തീരത്തുകൂടി നടന്നും കാഴ്ചകൾ കാണുന്നുണ്ട്. ടൂറിസ്റ്റുകളെയും കാത്ത് തീരത്തിനടുത്ത് തന്നെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. ഇനി സൈക്കിളിൽ കറങ്ങി നടന്ന് കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സൈക്കിൾ സവാരിയും ഉണ്ട് ഇവിടെ. അങ്ങനെ ഇവിടെ എത്തുന്നവർ പല രീതിയിലാണ് അവരുടെ സുന്ദര നിമിഷങ്ങൾ ചെലവിടുന്നത്. നദീതീരത്തിന് മുകളിലായി റെയിൽപാതയും ട്രെയിനുമൊക്കെ നമുക്കിവിടെ നിന്നാൽ കാണാനാകും. ഇവിടുത്തെ ഏറ്റവും സുന്ദരമായ മറ്റൊരു കാഴ്ച പച്ച പുതച്ച പ്രകൃതിയാണ്. ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളും ചെടികളും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം കൂട്ടുന്നു. നദിയുടെ വശങ്ങളിലൂടെ സഞ്ചരിച്ച് കാഴ്ചകൾ കാട്ടിയ ശേഷം ബോട്ട് നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പല വഴികളിലൂടെ ഒഴുകി പാറക്കൂട്ടങ്ങളെ തഴുകിയും തലോടിയും ചിന്നിച്ചെതറി താഴേക്കൊഴുകുന്ന റൈനിൻ്റെ സുന്ദര കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തും. നുരഞ്ഞു പതഞ്ഞ് ആർത്തുല്ലസിച്ച് താഴേക്ക് പതിക്കുന്ന റൈൻ മനസ്സിൽ സന്തോഷവും സിരകളിൽ തണുപ്പും ആവേശവും ഒക്കെ ജനിപ്പിക്കുന്നുണ്ട്. നല്ല പാൽ വർണ്ണത്തിലാണ് ഇപ്പോൾ റൈൻ ഉള്ളത്. വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് അടുക്കുംതോറും ചിതറിയെത്തുന്ന വെള്ളത്തുള്ളികൾ എന്നെ കോരിത്തരിപ്പിച്ചു. എനിക്ക് മുൻപേ വന്നവരൊക്കെ തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ മുകളിലേക്ക് കയറുവാനും. ഈ കാണുന്ന പടവുകൾ കയറി വേണം വെള്ളച്ചാട്ടത്തിന് നടുവിലുള്ള ഈ മലയ്ക്ക് മുകളിലേക്ക് പോകുവാൻ. യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത്. 150 മീറ്റർ വീതിയിൽ 23 മീറ്റർ ഉയരത്തിൽ നിന്നും വലിയ അളവിലുള്ള വെള്ളം പാറകളിൽ തട്ടി താഴേക്കൊഴുകുന്ന അത്ഭുത കാഴ്ച. അതാണ് റൈൻ ഫോൾസ്. 365 ദിവസവും സഞ്ചാരികൾക്ക് ഇവിടെ വന്ന് റൈൻ ഫോൾസ് ആസ്വദിക്കുവാനുള്ള സൗകര്യമുണ്ട്. മധ്യഭാഗത്തായി കാണുന്ന ഈ പാറ ഒരു ചെറിയ മല പോലെ കാണപ്പെടുന്നു. ശൈത്യകാലത്ത് ശരാശരി ജലപ്രവാഹം 250 ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡും വേനൽക്കാലത്ത് 600 ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡുമാണ്. ഏറ്റവും ഉയർന്ന നിരക്ക് ഇവിടെ കണക്കാക്കിയിരിക്കുന്നത് 1999-ലാണ്. അന്ന് 1250 ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡും ഫീറ്റിൽ 44,000 ക്യൂബിക് ഫീറ്റ് പെർ സെക്കൻഡുമായിരുന്നു താഴേക്കൊഴുകിയ വെള്ളത്തിൻ്റെ അളവ്.
പല നിറങ്ങളിലാണ് ഈ നദി എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. തൂവെള്ള പോലെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് സഞ്ചാരികളെയും കൊണ്ടുവരുന്ന ബോട്ടുകളാണിത്. ആ കാണുന്ന പ്രദേശത്തു നിന്നുമാണ് നമ്മൾ ബോട്ടിൽ ഇവിടേക്ക് എത്തിയത്. ഞാൻ വന്ന ബസ്സും അവിടെ മുകളിൽ കാണാനാകും. ചരിത്രം പറയുന്നത് ഏകദേശം 14,000 മുതൽ 17,000 വർഷങ്ങൾക്ക് മുൻപ് ഹിമയുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് റൈൻ വെള്ളച്ചാട്ടം രൂപം കൊണ്ടത്. ഹിമയുഗത്തിലെ ടെക്ടോണിക് ഷിഫ്റ്റുകൾ കാരണം 15,000 വർഷങ്ങൾക്ക് മുൻപ് റൈൻ നദി ഒരു പുതിയ നദീതടത്തിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ കഠിനമായ ചുണ്ണാമ്പുകല്ലിന് മുകളിലൂടെ നദി ഒഴുകിയപ്പോൾ അവ മൃദുവായ ചരലായി മാറ്റപ്പെടുന്ന ഘട്ടത്തിൽ റൈൻ വെള്ളച്ചാട്ടം പിറവിയെടുത്തു. തെക്കുകിഴക്കൻ സ്വിസ് ആൽപ്സിലെ ഗ്രാബണ്ടൻ കന്റോണിലാണ് ഈ നദിയുടെ ആരംഭം. മധ്യപടിഞ്ഞാറൻ യൂറോപ്പിലെ ഏറ്റവും നീളം കൂടി രണ്ടാമത്തെ നദിയാണ് റൈൻ റിവർ. ഏകദേശം 1230 കിലോമീറ്റർ ദൈർഘ്യമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നാൽ റൈൻഫോൾ ബ്രിഡ്ജും ഒപ്പം ലോഫൻ കാസിലും നമുക്ക് കാണാനാകും. പ്രകൃതിദത്തമായ കാഴ്ചകളും സാംസ്കാരിക പൈതൃകവും ചരിത്രവും അടങ്ങുന്നതാണ് ലോഫൻ കാസിൽ. അവിടേക്ക് നമുക്ക് പോകണമെങ്കിൽ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന ആ കാണുന്ന പാലത്തിലൂടെ നടന്നോ അല്ലെങ്കിൽ ബോട്ട് മാർഗമോ പോകാം. ആ പാലത്തിലൂടെ തന്നെയാണ് റെയിൽപാത കടന്നു പോകുന്നതും. ഇപ്പോൾ ഞാൻ റൈൻ നദിയുടെ മധ്യഭാഗത്താണുള്ളത്. ഞാൻ നിൽക്കുന്ന പാറയുടെ ഇരുവശത്തു കൂടിയും വെള്ളം കുത്തിയൊലിച്ച് താഴേക്ക് പതിക്കുകയാണ്. സുന്ദരമായ സ്വിസ് പതാക റൈൻഫോൾസിൻ്റെ നെറുകയിലും നാട്ടിയിട്ടുണ്ട്. നീലാകാശത്തിന് താഴെ ചുവന്ന സ്വിസ് പതാക പാറിപ്പറക്കുന്ന മനോഹര കാഴ്ച. താഴേക്ക് നോക്കിയാൽ ശരിക്കും നമുക്ക് പേടിയാകും. പാറകളെ തുരന്നു മറിച്ച് വെള്ളം ഒഴുകുകയാണ്. അങ്ങ് ദൂരെ ഇരു കരകളിലുമായി സഞ്ചാരികൾ കാഴ്ചകൾ കാണാനായി എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നാൽ സുന്ദരമായ ഫോട്ടോ എടുത്ത് മടങ്ങുക എന്നത് ഏതൊരു സഞ്ചാരിയുടെയും ആഗ്രഹമാണ്. ആ ആഗ്രഹം ഞാനും മറ്റൊരു സുഹൃത്തിൻ്റെ സഹായത്താൽ സാധിച്ചെടുത്തു. 360 ഡിഗ്രി വ്യൂവിൽ നമുക്കിതിൻ്റെ മുകളിൽ നിന്നും കാഴ്ചകൾ പകർത്താനാവും. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഗംഭീര കാഴ്ചയായിരുന്നു എനിക്കിവിടെ നിന്നും ലഭിച്ചത്. എനിക്ക് അനുവദിച്ച സമയപരിധി കഴിയാറായി. പക്ഷേ മടങ്ങുവാൻ മനസ്സനുവദിക്കുന്നില്ലായിരുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഞാനും താഴേക്കിറങ്ങി. താഴെ എത്തിയപ്പോൾ തന്നെ എൻ്റെ ബോട്ട് പോകുവാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. വേഗം ബോട്ടിലേക്ക് കയറി. ഇനി മടക്കയാത്രയാണ്. ആർത്തുല്ലസിച്ചു വരുന്ന വെള്ളച്ചാട്ടത്തിന് അരികിലൂടെ ബോട്ട് സാവധാനം നീങ്ങിത്തുടങ്ങി. പറന്നുയർന്നു വരുന്ന വെള്ളത്തുള്ളികൾ എൻ്റെ പുറത്ത് തട്ടി എന്നെ സന്തോഷപൂർവ്വം യാത്രയാക്കി. ഇവിടെ നിന്നും മടങ്ങാൻ തോന്നുന്നില്ലെങ്കിലും വീണ്ടും എന്നെങ്കിലും കാണാമെന്നും പറഞ്ഞ് കൈക്കുമ്പിളിൽ അവരെയും കോരിയെടുത്ത് ഞാനും യാത്ര പറഞ്ഞു. ബോട്ട് തീരത്തേക്ക് അടുക്കുകയാണ്.
അന്നത്തെ അന്നത്തിനായി തലകുത്തി നിന്ന് മീൻ പിടിക്കുന്ന മ്യൂട്ട് സ്വാനും എൻ്റെ ക്യാമറ കണ്ണിൽ പതിഞ്ഞു. സഞ്ചാരികളോടൊപ്പം ഞാനും പുറത്തേക്കിറങ്ങി. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. തീരത്തിന് സമീപം നിന്ന് ഒരിക്കൽ കൂടി റെയിൻഫോളിൻ്റെ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചു. നടപ്പാതയുടെ സമീപമുള്ള ഇന്ത്യൻ കഫേയിൽ നിന്നും ഒരു കോഫിയും വാങ്ങിക്കുടിച്ച് പലനാടൻ അടുത്ത കാഴ്ചകൾക്കായി യാത്ര തിരിച്ചു. പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. ഒപ്പം വരൂ, ഒത്തിരി കാണാം.